റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 കേക്കിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ചോക്ലേറ്റ് കേക്ക്, പിന്നെ ഒരെണ്ണം ബ്രെഡ് വെച്ചിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ആ 2 കേക്കും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ആ 2 കേക്കും കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. വൈറ്റ് ഫോറസ്റ്റ് കേക്കിനെ കുറിച്ചിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കിന് ബ്രെഡിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്, ബ്രെഡിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ആ കേക്ക് കാണാൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ആ കേക്ക് നല്ല ഇഷ്ടമാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ കേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കായിട്ടാണ് വന്നിരുന്നത്. ഈ കേക്ക് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഈ കേക്കിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ അതുകൂടി ചേർത്തിട്ടാണ് നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയാ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കുക. ഈ കേക്കിന്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ രണ്ടാമത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച്, നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ കോൺഫ്ലവർ എന്ന് പറയും. ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോൺ പൊടിച്ച പൊടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ ചെല്ലുമ്പോൾ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 1/4 കപ്പാണ് ചേർക്കുന്നത്. ഇത് ഫുള്ള് ഞാനത്തേക്ക് ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മെഷറിംഗ് കപ്പുകൾ 250 ml മെഷറിംഗ് കപ്പുകൾ തന്നെ 1/2 കപ്പിന്റെ 1/4 കപ്പിന്റെ എല്ലാം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കപ്പിൽ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ 250 ml 1/4 കപ്പിന്റെ കപ്പാണ്. കാരണം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കണം. അപ്പോൾ ഇതേപോലെ കപ്പിൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ശരിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് പഞ്ചസാര ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റ് അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ചേർത്തത് 1 കപ്പ് മൈദപ്പൊടി ചേർത്തു, 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്തു, 3/4 കപ്പ് പഞ്ചസാരയും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തു. അത്രയ്ക്കല്ലേ ചേർത്തു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തത് 1 കപ്പ് മൈദപ്പൊടി ചേർത്തു, 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്തു. കോൺഫ്ലവർ തന്നെ ചേർക്കണം കേട്ടോ, മൈദ ചേർക്കരുത്. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തു. പരിപ്പയിൽ അരിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നീക്കി വയ്ക്കുക. ഈ ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട അല്ലെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം, മിക്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മിക്സിയിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആണല്ലോ. അപ്പോൾ 3 മുട്ട എടുക്കുക. 3 മുട്ട തന്നെ ചേർക്കണം കേട്ടോ. ഈ മുട്ട ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഈ മുട്ട ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മുട്ട ഞാനിവിടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ട ഞാൻ നമ്മുടെ ഈ മിക്സിയിലേക്ക് ചേർക്കാണ്. മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആയിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലഫി ആയിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർക്കണ്ട. പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ചേർക്കുക. പക്ഷെ ഇങ്ങനെ ചേർത്താലും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അത് സാധാരണ പാല്, പശുവും പാല്, തിളപ്പിച്ച പാലായിരുന്നാലും തണുപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. 1/2 കപ്പ് പാല് ചേർക്കുക. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ ആയിരുന്നാലും കറക്റ്റ് അത്രയ്ക്ക് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
ഇതിലേക്ക് നിങ്ങൾ ഓയിൽ ചേർക്കണ്ട കേട്ടോ, ബട്ടർ തന്നെ ചേർക്കുക. അപ്പോൾ ഈ ബട്ടർ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഹാർഡായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടാട്ടോ ചേർക്കണത്. അപ്പോൾ ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് കൂടിയിട്ടാണ് ചേർക്കാനുള്ളത്. വാനില എസൻസ് ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് വാനില എസൻസും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് നല്ലതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്കുള്ളത് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്കുള്ളത് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ പതുക്കെ മയത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വിസ്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിർത്തരുത്. കാരണം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പം നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് വരും. അപ്പോൾ ഇത് 2 മിനിറ്റ് അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇനി നമ്മുടെ കേക്ക് ഒഴിക്കാനുള്ള പാത്രം റെഡിയാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഇത് കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ള സ്റ്റീലിൻ്റെ കുഴിയുള്ള പോണി ഉണ്ടല്ലോ, അങ്ങനത്തെ പോണി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിനകത്താകുമ്പോൾ നമ്മുടെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള കറക്റ്റ് ബാറ്റർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും കൂടിയിട്ട് വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ചമെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് പാത്രത്തിൻ്റെ കറക്റ്റ് അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ വെക്കാൻ പോണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നെയ്യ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അതാണ് തേച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നെയ്യ് സെപ്പറേറ്റ് എടുത്തിട്ട് തേച്ച് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ഈ പാത്രത്തിൻ്റെ സൈഡിലും എല്ലായിടത്തും നന്നായിട്ടാവണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബട്ടർ ചൂടാക്കിയ പാത്രവും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ പേപ്പർ വയ്ക്കാണ്. ഇതും കൂടിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടി ചിലപ്പോൾ കരിയും. ഓക്കെ, അപ്പോൾ ഇതാണ്ട് നീക്കി വെക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ മിക്സിങ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കേക്ക് ടിന്നല്ല എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണിയാണ് എടുക്കണേന്ന് വിചാരിക്കുക. ആ പോണിയിൽ നമ്മുടെ മിക്സിങ് ഒരു 3/4 ഭാഗം ഉണ്ടാവണം. അതിൽ കൂടെ വേണ്ട കുറയും വേണ്ട, 3/4 ഭാഗം മതി. ഇനി കേക്ക് നന്നായിട്ട് പൊന്തി വരുമല്ലോ. പിന്നെ കേക്ക് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്ന പാത്രത്തിൽ 1/2 ഭാഗം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തി വരില്ലല്ലോ, വലിപ്പം കൂടുന്തോറും. അപ്പോൾ ഒഴിക്കുന്ന പാത്രത്തിൽ ഒരു 3/4 ഭാഗം ഉണ്ടാവണം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ വയ്ക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. പിന്നെ കേക്ക് ഒന്നുകൂടി ഒന്ന് ലെവലായിട്ട് വരികയും ചെയ്യും. ജസ്റ്റ് ഇതേപോലെ ഒന്ന് 2 പ്രാവശ്യം അങ്ങനെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യുക. 350 ഫാരനൈറ്റിൽ അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും. അത് ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒരു കറക്റ്റ് മൂടിയുള്ള എന്ത് ടൈപ്പ്, ഇപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രമോ, ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ പഴയതായിരിക്കുന്ന പാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രമായിരുന്നാലും മതി. കുക്കർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കുക്കർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലത്തെ നല്ല മൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പാത്രമായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ അധികം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കുക്കറല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ എടുത്താലും മതി. ഇപ്പോൾ നല്ല കുക്കർ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ നികത്തിയിട്ട് ഉപ്പിടാം. ഉപ്പ് ഇടുന്ന കാര്യം ചിലർ ചോദിക്കാറുണ്ട്. ഉപ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ 2-3 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിനൊരു മണം ഉണ്ടാവും. അങ്ങനെ ഒരു മണം വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനും ആ സ്മെല്ല് കിട്ടും. അപ്പോൾ ഉപ്പ് ജസ്റ്റ് കുക്കറിൻ്റെ അടിയിലൊന്ന് നികത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം കുക്കറിൻ്റെ അടിയൊന്ന് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത്. പിന്നെ ഉപ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ചൂട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട. ജസ്റ്റ് ആ കുക്കറിൻ്റെ ഭയങ്കര തിക്കായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിനെ ഫുള്ളൊന്ന് കവർ ചെയ്ത് നിൽക്കണം അത്രയ്ക്ക് ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് തീ ഓണാക്കാം. കുക്കറിൽ ഉപ്പിടാൻ പോണതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കർ അത്യാവശ്യം നന്നായിട്ട് കഴുകണം.
അല്ലെങ്കിൽ നമ്മൾ കറി വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കഴിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുകച്ചൊക്കെ വരും. പിന്നെ കുക്കറിൽ ഉപ്പിടാൻ പോണതിന് മുമ്പ് കുക്കറിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളവും പാടില്ല കേട്ടോ. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ ഉപ്പ് അതിനകത്തേക്ക് ഇടുമ്പോൾ ഓൾറെഡി ആ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു പുകച്ചൊക വന്ന് നിൽക്കും. പിന്നെ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്താലും കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുകച്ചൊക ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇനി ഇപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഈ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കും. അത് വലിയ ബർണറാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കാരണം ഒരു സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലെയിമിലാണ്ട് വെക്കണ്ട. അപ്പോൾ ഈ ഉപ്പ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്മെല്ല് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാവും. അതിനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓവനിൽ വെക്കുമ്പോഴായിരുന്നാലും നമ്മൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ബേസ് വെക്കും. ആ ബേസ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ല പൊക്കമുള്ള ബേസ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൻ്റെ അടിയിലേക്ക് താണിരിക്കുന്ന ബേസ് വെക്കരുത്, അത്യാവശ്യം നല്ല പൊക്കത്തിലുള്ള ബേസ് വെക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പ് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മണത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മണമൊന്നും വരുന്നില്ല കേട്ടോ. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പൊട്ടം സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പോണിയാണ് വെക്കുന്നത്. പോണിയായിരുന്നാലും വെക്കുമ്പോൾ പോണിയുടെ ഉള്ളിൽ ഒട്ടും വെള്ളം പാടില്ല. ഇതേപോലെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നതായിരിക്കണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നമ്മൾ കുക്കർ മൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുക്കറിൻ്റെ ഈ വിസില് മാത്രമേ ഞാൻ മാറ്റി വയ്ക്കണുള്ളൂ കേട്ടോ. വേറെ കുക്കർ മൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുക്കറിൻ്റെ ഈ വിസില് മാത്രമേ ഞാൻ മാറ്റി വയ്ക്കണുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ സാധാരണ ഉള്ള ഒരു ബർണർ ഉണ്ടാവില്ല, അങ്ങനത്തെ ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കാരണം ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. അങ്ങനെ വെച്ചിട്ട് ഒരു 45 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എൻ്റേത് വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 40 മിനിറ്റായിട്ട് എടുത്തത്. 30 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 40 മിനിറ്റായിട്ട് എടുത്തത്. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബർണറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പതുക്കെ കുറച്ചിട്ട് വേണം ആ 30 മിനിറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ചു. ഇനി നമ്മുടെ കേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്താൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം ഇവിടെയാണല്ലോ നന്നായിട്ട് പൊന്തിയിരിക്കുന്നത്. ചിലപ്പോൾ അടിയിലേക്ക് ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. കുത്തി നോക്കിയിട്ട് ഒന്ന് തൊട്ട് നോക്കിക്കോ. ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് ഒരു ഒട്ടൽ പോലെ തോന്നണുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കേക്ക് ഒന്നും കൂടി. അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കറിൽ വെക്കരുത് കേട്ടോ. കുക്കറിൻ്റെ ചൂട് കൊണ്ട് കേക്ക് ഇരുന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കേക്ക് ഞാനിവിടെ പുറത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 40 മിനിറ്റായിട്ട് എടുത്തത്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂട് നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം. നല്ല സ്പോഞ്ച് പോലെ കേട്ടോ കേക്ക് ഇരിക്കുന്നത്. ഈ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുകളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്. അതാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത. കേക്കാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. കഴിക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സൈഡൊക്കെ കണ്ടില്ലേ
നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ ആയിരുന്നാലും നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ ഈ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 45 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 30 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ വലിയ ബർണറാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്കൊന്ന് കുറച്ച് വയ്ക്കുക. അതുകഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്കി 15 മിനിറ്റ് ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ട് വെച്ചു. അങ്ങനെയായിട്ട് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്.